അതെ, നമ്മൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ആമസോണിലേക്ക് ലിസ്റ്റ് ചെയ്യണ്ടേ. പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മൾക്ക് അതിന്റെ വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നോക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ പ്രൊഡക്റ്റുകൾ നമ്മൾ ആമസോണിലേക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉള്ള ഒരാൾക്കും ആമസോണിൽ സെയിൽ ചെയ്യാം, 100 പ്രൊഡക്റ്റ് ഉള്ള ആൾക്കും 1000 പ്രൊഡക്റ്റ് ഉള്ള ആൾക്കും ആമസോണിൽ സെയിൽ ചെയ്യാം. അതായത് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ആമസോണിൽ സെയിൽ ചെയ്യാന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് ഇപ്പോ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ലിസ്റ്റ് ചെയ്യാം, പ്രൊഡക്റ്റ് ആമസോണിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞുതരാം. ഇത് കുറച്ചൊരു നീണ്ട ഒരു പ്രോസസ്സാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഇരുന്ന് നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് നോട്ടൊക്കെ എഴുതി കാര്യങ്ങളൊന്ന് കുറിച്ചെടുക്കാൻ ശ്രമിക്കുക. യെസ്, ഹൗ ടു ലിസ്റ്റ് പ്രോഡക്റ്റ് ഓൺ ആമസോൺ. അതെ, ആമസോൺ സെല്ലർ സെൻറ്ററിൽ ആദ്യമായിട്ട് ഒരു ഉൽപ്പന്നം ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ വിശദമായി താഴെ കൊടുക്കുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെല്ലർ സെൻറ്റർ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അറിയായിരിക്കുമല്ലോ, ആമസോൺ സെല്ലർ സെൻറ്ററിൻ്റെ അക്കൗണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് അകത്തേക്ക് കയറുക. ലോഗിൻ ചെയ്ത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എത്തുന്നു. ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇൻവെൻട്രി എന്ന ടാബ് സെല്ലർ ഡാഷ്ബോർഡിന് മുകളിലായിട്ട് സൈഡിലായിട്ട് കാണാം. ഇത് കണ്ടോ, ഇതുപോലെ സൈഡിലായിട്ട് കാണാം. ഇതിലൂടെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോണത്. ഇതിൽ ആഡ് എ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ ആദ്യമായിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഗൈഡ് ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഉൽപ്പന്നമാണ്, പുതിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ആം ആഡിങ് എ പ്രോഡക്റ്റ് നോട്ട് സോൾഡ് ഓൺ ആമസോൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം കാറ്റഗറി തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് അനുയോജ്യമായിട്ടുള്ള കാറ്റഗറി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പച്ചക്കറികളുണ്ട്, പൂച്ചെടികളുണ്ട്, മൃഗസ്നേഹമുണ്ട്, ലഹരി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാറ്റഗറി ഏതാണെന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ കൃത്യതയ്ക്കായിട്ട് എന്ത് വേണമെന്ന് അറിയാമോ, സബ് കാറ്റഗറി എടുത്ത് നോക്കുക. അപ്പോൾ സബ് കാറ്റഗറിയിൽ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റ്സ്, സീഡ്സ്, ഫ്ലവേഴ്സ് ഈ വരുന്ന കാറ്റഗറിയിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചെടികൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുമാണ് സെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പ്രൊഡക്റ്റിൻ്റെ പേര് ചേർക്കുക എന്നുള്ളതാണ്. പേര് ചേർക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആമസോണിൽ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എങ്ങനെയാണ് പേര് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി വഹിച്ചിരിക്കുന്നത് നന്നായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു തുളസി പ്ലാന്റാണ് വിൽക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ റീംസ് എന്നുള്ളത് എൻ്റെ ബ്രാൻഡ് നെയിമാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ്റെ പേരുകൾ അതിൻ്റെ മുന്നിൽ ചേർക്കാം. അത് ചേർത്തിട്ട് വേണം ആ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ റീംസ് തുളസി പ്ലാന്റ്, അല്ലെങ്കിൽ റീംസ് ഗോൾഡൻ ഡാലിയ, അങ്ങനെ ഓരോ പേരുകൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് തുടക്കത്തിൽ കൊടുത്തിട്ട് വേണം നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഹരിത തുളസി പ്ലാന്റ് 6 ഇഞ്ച് പോട്ട്, അതായത് അതിൻ്റെ ഏറ്റവും പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്തെന്നുള്ളത് നമ്മൾ പേര് കൊടുക്കുമ്പോൾ എടുത്ത് പറയാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആയിരിക്കണം പേരുകൾ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് പ്രോഡക്റ്റ് ടൈപ്പാണ്. പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതാണ് കാറ്റഗറി കൊടുത്തിട്ടുള്ളത്, പ്ലാന്റ്സ് ആണോ, പ്ലാന്റ്സ് സീഡ്സ് കാറ്റഗറി ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതാ പറയുക ഫ്ലവേഴ്സ് പ്ലാന്റ്സ് കാറ്റഗറി ആണോ, അതെന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. പിന്നെയുള്ളതെന്ന് വെച്ചാൽ റെക്കമെൻഡഡ് ബ്രൗസർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഉൽപ്പന്നം ഏത് വിഭാഗത്തിലേക്കാണ് ഉള്ളതെന്ന് സിസ്റ്റത്തിനോട് പറയാനുള്ള ഒരു മാർഗ്ഗമാണ് ആ ഒരു നോട്ടെന്ന് പറഞ്ഞാൽ, അതായത് റെക്കമെൻഡഡ് ബ്രൗസ് നോട്ട്സ് എന്ന്. അത് ശരിക്കും ഒന്ന് വിശദീകരിച്ചാൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനും കാറ്റലോഗിൽ കൃത്യമായ വിഭാഗത്തിൽ അതിനെ കാണിക്കുന്നതിനും സഹായിക്കുന്ന പ്രത്യേക കോഡുകളാണിത്. ഇത് സാധാരണയായി ഉൽപ്പന്നത്തിൻ്റെ എന്താ പറയുക ഉപവിഭാഗങ്ങൾക്ക് ചേരും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോക്താക്കൾക്ക് ആമസോണിൽ എളുപ്പത്തിൽ കണ്ടെത്താനായി ഒരു പ്രത്യേക ഭാഗത്ത് ഉൾപ്പെടുത്തുന്നു. നമ്മൾ ഈ ടാഗൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ബാഗാണ് നമ്മൾ വിൽക്കാൻ എടുക്കുന്നതെങ്കിൽ
അതിൽ താഴെ പറയുന്ന തരത്തിൽ ബ്രൗസ് നോട്ട്സ് ഉപയോഗിച്ച് കൃത്യമായ വിഭാഗങ്ങളിലേക്ക് സജ്ജീകരിക്കാം. 1. കാറ്റഗറി ഫാഷൻ, സബ് കാറ്റഗറി വുമൻസ് ആക്സസറീസ്, ബ്രൗസ് നോഡ് ഹാൻഡ് ബാഗ്സ്. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ ആ ബ്രൗസ് നോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നത്തിനുള്ള റെക്കമെൻഡഡ് ബ്രൗസ് നോട്ട്സ് തിരഞ്ഞെടുക്കുന്നത് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നം എളുപ്പത്തിൽ കണ്ടെത്താനായി എന്താ പറയുക, അത് ആകർഷകമായി പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെടികളൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹോം പ്ലാന്റ്സ് അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അടുത്തതായി വേരിയൻ്റ് എന്നൊരു കോളാണ് കേട്ടോ, വേരിയേഷൻസ്. ശരിക്കും ആമസോണിൽ വേരിയേഷൻസ് എന്നത് ഒരേ ഉൽപ്പന്നത്തിൻ്റെ വിവിധ രൂപങ്ങൾ, അതിപ്പം ചായം, വലിപ്പം, രൂപകൽപ്പന, പാക്കിംഗ് തുടങ്ങിയ പല രീതിയിൽ വരാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ആണ്. ശരിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരുവാണെങ്കിൽ, നിങ്ങളൊരു ഷർട്ടാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവിധ വേരിയേഷൻസ് കാണുമല്ലോ. ഇപ്പോൾ കളർ ചുവപ്പ്, നീല, ചാരനിറം എന്നിവ കാണാം. സൈസ് സ്മോള്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് അങ്ങനെ കാണാം. അപ്പോൾ ചെടികളുടെ കാര്യത്തിൽ അങ്ങനെ വേരിയേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടിക്ക് കൊടുത്തു പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ടിരുന്നാൽ മതിയാവും. ഇനി അടുത്തതായി ബ്രാൻഡ് നെയിം എന്ന കോളാണ്. ഉൽപ്പന്നം ഏതെങ്കിലും ബ്രാൻഡിനായിട്ടുള്ളതാണോ എന്ന് ഇവിടെ നൽകണം. ശരിക്കും ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ ബ്രാൻഡ് നെയിം എന്ന ബോക്സ് സെലക്ട് ചെയ്താൽ ബ്രാൻഡ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കായി ഈ സെലക്ഷൻ ഒഴിവാക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് റീംസ് എന്നുള്ളത് എൻ്റെ ബ്രാൻഡാണ്, അപ്പോൾ എനിക്കതവിടെ കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ ബ്രാൻഡ് നെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഉൽപ്പന്നം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് ഐ ഡി എന്നൊരു കോളം വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് പുറമേ മറ്റേതെങ്കിലും യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ഐ ഡി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇത്രയും കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് സേവ് ആൻഡ് ഡ്രാഫ്റ്റ് കാണുന്നത് കണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് പൂർത്തിയാകാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് കണ്ടൻറ്റ് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാൻ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്ത് പോകാം. എല്ലാ ആവശ്യമായ വിവരങ്ങളും അതിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഈ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അടുത്ത് ഫില്ല് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം, ഗുണങ്ങൾ, പ്രത്യേകതകൾ എന്നിവ ചുരുക്കമായി എന്നാൽ ചുരുങ്ങാതെ നന്നായിട്ട് തന്നെ എഴുതണം. ഉപയോക്താക്കൾക്ക് ഉൽപ്പന്നത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാനൊരു സോപ്പ് ട്രീ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ സോപ്പ് ട്രീ ആണ് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കൊടുക്കാം. ദിസ് പ്രീമിയം സോപ്പ് ട്രീ ഈസ് പെർഫെക്റ്റ് ഫോർ ഗാർഡൻസ്, പ്രൊവൈഡിങ് മെഡിസിനൽ ബെനിഫിറ്റ്സ് ആൻഡ് എ ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇങ്ങനെ ഓരോ പ്ലാന്റുകൾക്കും ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു പോവുക. അടുത്തത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ലഘുവായി ചുരുക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓരോ സവിശേഷതയും കുറഞ്ഞ വാക്കുകളിൽ വ്യക്തതയോടുകൂടി നൽകുക. ഞാനിവിടെ സോപ്പ് ട്രീ ആണ് വിൽപ്പനയ്ക്കായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സോപ്പ് ട്രീക്ക് പറ്റിയ കുറച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഞാനിവിടെ കൊടുത്ത് കാണിക്കാം. ഉദാഹരണത്തിന് 1, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ഇത് നമ്മുടെ സോപ്പ് ട്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബുള്ളറ്റ് പോയിൻ്റാണ്. അടുത്തത് ഐഡിയൽ ഫോർ ഇന്ത്യൻ ക്ലൈമറ്റ് ആൻഡ് ഈസി ടു ഗ്രോ. ഇത് രണ്ടാമത്തെ ബുള്ളറ്റ് പോയിൻ്റാണ്. 3, റിക്വേഴ്സ് മിനിമൽ മെയിൻ്റനൻസ്. അപ്പോൾ ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സും വ്യത്യസ്ത ഗുണങ്ങൾ സൂചിപ്പിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകൾ ആമസോണിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ബുള്ളറ്റ് പോയിൻറ്റ്സിൻ്റെ ഐഡിയാസ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. ഇനി അടുത്തത് ഇമേജസ് ആണ്. ഈ ഒരു കാറ്റഗറിയിൽ ഉൽപ്പന്നത്തിൻ്റെ ഓരോ ഭാഗവും വ്യക്തമാക്കുന്ന 9 ചിത്രങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ മെയിൻ ഇമേജ് എന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ആദ്യം കാണുന്ന ചിത്രമായിരിക്കണം. അത് ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോണിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചിത്രമായിരിക്കണം. അപ്പോൾ ചിത്രങ്ങൾ എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ പിന്നെ അഡീഷണൽ ഇമേജസ് ഈ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മറ്റു പകുതികൾ അടുത്ത കോണിൽ നിന്നെടുത്ത ചിത്രങ്ങൾ, അങ്ങനെ പല പല വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങൾ അടുത്തടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ഇമേജസ് സ്റ്റൈൽ ഗൈഡ് ലൈൻസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആമസോണിൻ്റെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗരേഖകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വകുപ്പ് പൂർത്തിയായി കഴിയും. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ നമ്മുടെ ഉൽപ്പന്ന വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ വ്യക്തതയോടെ നൽകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോവാം. അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വിഭാഗത്തിൽ പൂരിപ്പിക്കേണ്ട ചില പ്രധാന ഫീൽഡുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ താഴെ പറയുന്ന കുറച്ച് വിശദാംശങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് അത് മനസ്സിലാക്കിയ ശേഷം ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ ഒന്നാമത്തെ കോളം വന്നിട്ട് കസ്റ്റമൈസേഷൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡസ് ദിസ് പ്രൊഡക്റ്റ് ഹാവ് കസ്റ്റമൈസേഷൻ എന്നത് ഏസ് അല്ലെങ്കിൽ നോ ആയി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏസ് തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഉൽപ്പന്നം കസ്റ്റമൈസ് ചെയ്യാനാവും. പക്ഷെ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നോ കൊടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഇനിയിപ്പോൾ രണ്ടാമത്തത് പ്ലാന്റ് ഓർ ആനിമൽ പ്രൊഡക്റ്റ് ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയോ ഉൽപ്പന്നമാണോ എന്ന് വ്യക്തമാക്കുക. ഉദാഹരണത്തിന് ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലാന്റ് സീഡ്സ് ആണെങ്കിൽ അതുപോലെയുള്ള വിവരങ്ങൾ കൊടുക്കുക. അതവിടെ ഫില്ല് ചെയ്ത് പോവുക. മൂന്നാമത്തത് മാനുഫാക്ചററാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ച കമ്പനി അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ബ്രാൻഡിൻ്റെ പേര്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റീംസ് ഒരു ചെടിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ റീംസ് ഗാർഡൻ സപ്ലയേഴ്സ് ആണ്. അതുപോലെ ഇപ്പോൾ ഹരിത ഗാർഡൻ ആണെങ്കിൽ ഹരിത ഗാർഡൻ എന്ന് അവിടെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നിങ്ങൾ ഒരു പ്ലാന്റ് ആമസോണിൽ വിൽക്കാൻ ഇടുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിൻ്റെ നിങ്ങളുടെ ഗാർഡൻ്റെ പേരായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഇനി 4 സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേക ഗുണങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഡിഷ് വാഷ് ബാറാണ് അവിടെ വിൽക്കാൻ ഇടുന്നതെങ്കിൽ ഡിഷ് വാഷർ സേഫ് എന്ന് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രത്യേകത സേഫാണ്. ഓർഗാനിക് ആണെങ്കിൽ ഓർഗാനിക് എന്ന് കൊടുക്കാം, അതൊരു പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്ന് കൊടുക്കാം, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ കൂടുതൽ ഫീച്ചറുകൾ ഇതിൽ ചേർക്കാനായിട്ട് ആഡ് മോർ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ചെടികളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഷെയ്ഡ് പ്ലാന്റ് ആണെങ്കിൽ അത് ഷെയ്ഡ് പ്ലാന്റ് എന്ന് കൊടുക്കാം, റെയർ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അതവിടെ കൊടുക്കാവുന്നതാണ്. 5ാമത്തെ കോളം എന്ന് വെച്ചാൽ ഐറ്റം ടൈപ്പാണ്. ഐറ്റം ടൈപ്പ് നെയിമാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ തരം വ്യക്തമായി ചേർക്കുക ഇവിടെ. ഉദാഹരണത്തിന് സീഡ്സ് പാക്കറ്റ്, ഫ്ലവർ പോട്ട്. ഇപ്പോൾ സീഡ്സ് ഒക്കെ ആണെങ്കിൽ വരുന്നത് അത് പാക്കറ്റിലായിരിക്കും വരിക, ഫ്ലവർ ആണെങ്കിൽ പോട്ടിലായിരിക്കും വരിക, ചിലതരം ചെടികൾ കവറിലായിരിക്കും വരിക. അപ്പോൾ അതെന്താണെന്നുള്ളത് വ്യക്തമായി അവിടെ ചേർക്കുക. ഇനി 6ാമത്തെ കോളം എന്ന് വെച്ചാൽ കളറാണ്. അപ്പോൾ ഈ കളർ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ നിറമാണ്. ശരിക്കും ഗ്രീൻ, ബ്രൗൺ, യെല്ലോ, വൈറ്റ് ഇങ്ങനെ പല നിറത്തിലുണ്ടാവുമല്ലോ. ചെടികളെ സംബന്ധിച്ചിപ്പോൾ ഈ മാൻഡിവില്ല തന്നെ എടുത്താൽ മാൻഡിവില്ല റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. അപ്പോൾ ഓരോ നിറത്തിൽ ഒരേ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിറങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ 7 വന്നിട്ട് നമ്പർ ഓഫ് പീസസ് ആണ്. അപ്പോൾ പാക്കേജിലുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം എഴുതുക. ഉദാഹരണത്തിന് ഒരു 500 എന്ന് കൊടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു സീഡ്സ് ആണ് വിൽക്കുന്നത്, ഒരു കവറിനകത്ത് 500 സീഡ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. 8ാമത്തത് കെയർ ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായ പരിപാലന നിർദ്ദേശങ്ങൾ ഇവിടെ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം ചില പ്രൊഡക്റ്റൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഡ്രസ്സൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഹാൻഡ് വാഷ് ഓൺലി എന്ന് എഴുതിയിരിക്കുന്ന കാണാറില്ലേ, അല്ലെങ്കിൽ കീപ്പ് ഇൻ സൺലൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കാണാറില്ലേ. ഇതൊക്കെ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പരിപാലനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ചെടികളാണ് വിൽക്കുന്നതെങ്കിൽ വെള്ളം വളരെ കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ അത് എഴുതുക. ഇപ്പോൾ സൺലൈറ്റ് വേണ്ട പ്ലാന്റുകളാണെങ്കിൽ സൺലൈറ്റ് വേണമെന്നുള്ളത് എഴുതുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി 9 മാനുഫാക്ചറർ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ്. അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ്. നിങ്ങളാണ് ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത നിർമ്മാതാവിൻ്റെ പേര്, അതിനി ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേര്, അതിൻ്റെ വിലാസം, കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ID എന്നിവ ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ റീംസ് ആണെങ്കിൽ റീംസ് ഗാർഡൻ, റീംസ് ബാസ്ക്കറ്റ്, പുത്തൻതോപ്പ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കഴക്കൂട്ടം, ട്രിവാൻഡ്രം, കേരള, പിൻകോഡ്, മെയിൽ ID ഇതൊക്കെയാണ് അഡ്രസ്സ്. ആ അഡ്രസ്സ് ഫുള്ളായിട്ട് അവിടെ കൊടുക്കുക. പിന്നെ 10ാമത്തേന്ന് വെച്ചാൽ മെറ്റീരിയൽ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സവിശേഷതകൾ മൊത്തം ഇവിടെ ചേർക്കുക.
ഇപ്പോൾ എന്താ പറയുക, പ്ലാൻ ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ പല പല എന്താ പറയുക, പല പല മെറ്റീരിയലിൽ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ചെടികളൊക്കെ ആകുമ്പോൾ അതിന് വലിയ മെറ്റീരിയലായിട്ടുള്ള സംഭവങ്ങൾ വരുന്നില്ല. പക്ഷേ പോട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുമ്പോൾ പ്ലാസ്റ്റിക്കിലുള്ളതുണ്ട്, പിന്നെ ഫൈബറിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ സ്റ്റാറ്റസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചേർക്കുക. അപ്പോൾ ഇത്രയും വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. ഇങ്ങനെ കൃത്യമായി പൂരിപ്പിക്കുന്നത് കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിക്കുവാൻ പ്രേരിപ്പിക്കാനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും സഹായകരമാണ്. കാര്യം അവർക്ക് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തി പോയി കഴിഞ്ഞാൽ കസ്റ്റമറിന് അധികം സംശയങ്ങൾ ഉണ്ടാവില്ല. കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും കസ്റ്റമറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളം, ഈ ഒരു സെക്ഷൻ ഇതുപോലെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ താഴേക്ക് വന്നാൽ നമ്മൾ പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് ആ ഒരു കാറ്റഗറി കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ ചോദിക്കുന്നുണ്ട്. ഈ ഫീൽഡിൽ നമ്മുടെ പ്ലാന്റിന് ആവശ്യമായ പ്രകാശ പരിരക്ഷയെക്കുറിച്ച് ചേർക്കാം. ഉദാഹരണത്തിന് ഫുൾ സൺലൈറ്റ് വേണമെങ്കിൽ ഫുൾ സൺ എന്ന് കൊടുക്കാം, പാർഷ്യൽ ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ പാർഷ്യൽ ഷെയ്ഡ് എന്ന് കൊടുക്കാം. പിന്നെ അടുത്തത് എക്സ്പെക്റ്റഡ് ബ്ലൂമിംഗ് പീരീഡ് കൊടുക്കാം. ഈ നമ്മൾ കൊടുക്കുന്ന സസ്യം അല്ലെങ്കിൽ നമ്മൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന പ്ലാന്റ് പൂവിടുന്ന സമയം അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ടൈമൊക്കെ അത് എത്ര നാളെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ നീഡ്സ് എന്നുള്ളതാണ്. നമ്മുടെ സസ്യത്തിന് ആവശ്യമായ ഈർപ്പത്വം എങ്ങനെയാണ് എന്നുള്ളത് ചേർക്കുക. ഉദാഹരണത്തിന് റെഗുലർ വാട്ടറിങ് വേണമെങ്കിൽ റെഗുലർ വാട്ടറിങ് എന്ന് കൊടുക്കാം, ലോ മോയ്സ്ചർ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ USDA ഹാർഡ് ലൈൻ സോൺ, അത് സസ്യം വളരാൻ അനുയോജ്യമായ ഹാർഡിനസ് സോൺ ഇവിടെ കൊടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സോൺ 6 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സോൺ 8 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഈസ് പ്രോഡക്റ്റ് എക്സ്പയറബിൾ. ഇതിൽ ഈ ഉൽപ്പന്നത്തിന് കാലാവധി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചില പ്ലാന്റുകളൊക്കെ 6 മന്ത്സ് മാത്രം പൂവിട്ട് പോകുന്ന പ്ലാന്റുകളായിരിക്കും. ബാൾസം പ്ലാന്റ് അത് കുറച്ച് നാളേ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് അങ്ങനെയുള്ള കാലാവധി ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അല്ലാന്ന് തന്നെ കൊടുക്കുക. പിന്നെ യൂണിറ്റ് കൗണ്ട് ചോദിച്ചിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ പാക്കേജിലുള്ള ഉൽപ്പന്നങ്ങളുടെ മൊത്തം എണ്ണം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ എത്ര പ്രോഡക്റ്റാണ് വിൽക്കാൻ വെക്കുന്നത് അതിൻ്റെ ഒരു കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 20 പ്രോഡക്റ്റാണ് നമ്മൾ വിൽക്കാനിടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൗണ്ട് കൊടുക്കുക. പിന്നെ യൂണിറ്റ് കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ അളവാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു ലിക്വിഡായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലിറ്റർ മില്ലി എന്ന അളവിലായിരിക്കും വരിക കൂടുതലും. എന്നാൽ ചിലതൊക്കെ വിത്തുകളൊക്കെ ഗ്രാം എന്ന അളവിൽ വരാം. പ്ലാന്റ്സൊക്കെ കൗണ്ടിൽ വരാം, 1, 2, 3, 4 അങ്ങനെ കൗണ്ടിൽ വരാം. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ എക്സ്പെക്റ്റഡ് പ്ലാന്റ് ഹൈറ്റ് കൊടുക്കാം. അതൊരു നോർമൽ ഹൈറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ സസ്യം മൊത്തത്തിൽ വളരുമ്പോൾ എത്രത്തോളം ഉയരം വെക്കാം എന്നുള്ളത് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. പിന്നെ എക്സ്പെക്റ്റഡ് പ്ലാന്റ് ഹൈറ്റ് യൂണിറ്റിൽ കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ വേണ്ടേ ഇഞ്ചസ്. ഇപ്പോൾ ഹൈറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്ര ഇഞ്ചസ് ഹൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ എക്സ്പെക്റ്റഡ് പ്ലാന്റിങ് പീരീഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഒരു സസ്യം നടുന്നതിന് അനുയോജ്യമായ പ്രത്യേക കാലയളവുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ഇതിലൊക്കെ പറയാറില്ലേ April to August നടുന്നതാണ് നല്ലത്. ഇപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നവംബർ to February വരെ നടുന്നതാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം സേവ് ആൻഡ് ഡ്രാഫ്റ്റ് കൊടുക്കാം.